അല്ല അൻഷിക, നിനക്കെന്തു പറ്റി? ഒട്ടും സുഖമില്ലേ? അത് പിന്നെ ഞാനിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് അബോർഷൻ ചെയ്ത് വന്നേ ഉള്ളൂ. അതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. നിനക്ക് ഭ്രാന്താണോ? നീ നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയല്ലേ? നമ്മുടെ വിവാഹം കഴിഞ്ഞ അന്നു മുതൽ ഞാനൊരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇന്ന് നീ അവനെ അബോർഷൻ ചെയ്തോ? ലീഗലി ഇത് എന്റെ കുഞ്ഞല്ലേ, അപ്പൊ എന്റെ ഇഷ്ടമല്ലേ ഞാൻ ഇതിനെ വെക്കണോ വേണ്ടയോന്ന്. അല്ലെങ്കിലും എന്റെ ബോഡിക്ക് എന്തെങ്കിലും പറ്റിയാ നിങ്ങൾക്കെന്താ കുഴപ്പമല്ലേ? ഇവര് പറയുന്ന കാര്യം വേലക്കാരി സുനിത കേട്ടു. എനിക്കാണെങ്കി ഈ ഭാഗ്യം കിട്ടിയില്ല. ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരുന്നിട്ട് എത്രയായി. കൊച്ചമ്മയാണെ കുഞ്ഞിനെ കൊണ്ട് കളയുകയും ചെയ്തു. എന്റെ ഭഗവാനെ, എനിക്ക് ഈ ഭാഗ്യം എന്നു തരും നീ? അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞ് അൻഷിക്കയുടെ അമ്മായിയമ്മ റമോല മധുരവും കൊണ്ട് വീട്ടിലേക്ക് വന്നു പറയും, എന്റെ മോളെ, നല്ല നെയ്യിലുണ്ടാക്കിയ ലഡുവാ. അപ്പുറത്തെ കമല തന്നതാ. എനിക്ക് എപ്പോഴാണോ ഒരു മുത്തശ്ശി ആവാനുള്ള ഭാഗ്യം കിട്ടുന്നത്. ഓഹോ, ഇനി നിങ്ങളും തുടങ്ങല്ലേ. നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ കുഞ്ഞു കുഞ്ഞൊന്നും വേണ്ട. നിങ്ങളെപ്പോലെ വീർത്തിരിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ വയസ്സിനേക്കാളും കൂടുതൽ പ്രായം പറയും. എനിക്ക് ജിമ്മിലേക്ക് പോകാൻ സമയമായി. അമ്മ തന്നെ നിന്നോ ലഡു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് അൻഷിക ജിമ്മിൽ അങ്ങനെ എക്സസൈസ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവള് ബോധം കെട്ട് താഴെ വീഴും. അവളുടെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചു പറയും. അവരെല്ലാരും കൂടെ ചേർന്ന് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഡോക്ടർ പറയും, അഭിനന്ദനങ്ങൾ, നിങ്ങളൊരച്ഛനാവാൻ പോകുന്നു. ഇല്ല, എനിക്ക് ഈ കുട്ടീനെ വേണ്ട. ഇന്ന് തന്നെ ഇതിനെ അബോർട്ട് ചെയ്ത് കളയണം. അൻഷിക, ഇത്തവണ നീ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാൻ ശ്രമിച്ചാൽ നിന്നെ ഞാൻ എന്തായാലും ഡിവോഴ്സ് ചെയ്യും. ആ കാര്യം കേട്ട് പേടിച്ച അൻഷിക അബോർട്ട് ചെയ്യില്ല. അപ്പുറത്ത് സുനിത വിളിച്ച ദൈവങ്ങളൊക്കെ വിളി കേട്ട പോലെ സുനിതയും പ്രഗ്നന്റ് ആകും. സുനിത ഗർഭിണിയായിട്ടും വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുമായിരുന്നു. അപ്പുറത്ത് അൻഷിക ഒരു ജോലിയും ചെയ്യാതെ കട്ടിലിൽ കിടക്കുമായിരുന്നു. ഒരു ദിവസം അവളുടെ അമ്മായിയമ്മ അവളോട് പറയും, അൻഷിക മോളെ, എപ്പോഴും ഈ കട്ടിലിൽ തന്നെ കിടപ്പാവല്ലേ. ഈ സമയത്ത് എപ്പോഴും കിടക്കുന്നത് നല്ലതല്ല, ഇടയ്ക്കൊന്ന് നടക്കുന്നത് നല്ലതാ. ഞാനാണ് ഗർഭിണിയമ്മ, എനിക്കിതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഇവിടുന്ന് പോയിക്കെന്ന്. അങ്ങനെ 9 മാസമാകും. രണ്ടുപേരുടെ ഡെലിവറി സമയമാകും. സർക്കാർ ആശുപത്രിയിൽ സുനിത നല്ല സുഖപ്രസവത്തോടെ കുഞ്ഞിന് ജന്മം നൽകും. എന്നാൽ അൻഷികയ്ക്ക് സി സെക്ഷൻ ചെയ്യേണ്ടി വന്നു. കുറച്ചു ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് വരും. ഒരു ദിവസം, അച്ചോ, എന്റെ വാവ എന്തിനെങ്ങനെ കരയണേ? പാല് തരാം കേട്ടോ. സുനിത, നീ പാല് കൊടുത്തു കൊടുത്ത് കുഞ്ഞാകെ ക്ഷീണിച്ചു പോയിരിക്കുകയാണ്. ഞാൻ പുറത്തുനിന്ന് പാല് കൊണ്ടുവരാം. അയ്യോ വേണ്ട വേണ്ട, ഞാനിരിക്കുമ്പോ പുറത്തുനിന്ന് പാലോ? ഷേ, അമ്മപ്പാല് തന്നെയാണ് കുഞ്ഞിന് എപ്പോഴും നല്ലത്. അപ്പുറത്ത് അൻഷികയുടെ കൊച്ചു പൊട്ടിക്കരയുന്നു. പക്ഷെ അവൾ പാല് കൊടുക്കുന്നില്ലായിരുന്നു. ഷേ, എന്ത് കഷ്ടോ! എത്ര നേരമായി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കണ ഇത്. ഈ ശബ്ദം കേട്ട് കേട്ട് എനിക്ക് തല വേദനിക്കുന്നു. കുഞ്ഞേ, ഒന്നും മിണ്ടാതിരിക്കേ. അൻഷിക, കുഞ്ഞിന് വിശക്കുന്നുണ്ടാവും. നീ അവന് പാല് കൊടുക്കാതെ എന്ത് ചെയ്തോണ്ടിരിക്കുക? നിങ്ങൾ കാരണം എന്റെ ബോഡി ഫിഗർ മുഴുവൻ പോയി കിടക്കുക. ഇനി ഈ പാലും കൂടെ കൊടുത്ത് എന്നെ ഊറ്റാനാണോ പരിപാടി? നിങ്ങൾ തന്നെ നോക്കിയാ മതി. കുറച്ചു ദിവസം കഴിയുമ്പോൾ സുനിത ജോലിക്ക് തിരിച്ചു വരും. സുനിത വീട്ടിലെ എല്ലാ ജോലികളും സ്വന്തം കുഞ്ഞിനെ തോളത്തെട്ട് തന്നെ ചെയ്യും. വീട്ടിൽ വന്നിട്ട് ആഹാരവും ഉണ്ടാക്കും. എന്നിട്ട് കുഞ്ഞിനെ എണ്ണ തേച്ച് കുളിപ്പിക്കും. അൻഷികയ്ക്ക് അവളുടെ ബോഡിയും ഫിറ്റ്നസും മാത്രമായിരുന്നു ശ്രദ്ധ. കുഞ്ഞിനെ നല്ല രീതിയിൽ എണ്ണ തേച്ച് കുളിപ്പിക്കാത്തത് കൊണ്ട് തന്നെ ആ കുഞ്ഞിന്റെ വളർച്ച മുരടിച്ചു പോയായിരുന്നു. അത് കാരണം നിശാന്ത് ആ കുഞ്ഞിനെയും കൊണ്ട് ഡോക്ടറിന്റെ അടുത്ത് വരും. ദേ നോക്കൂ, കുഞ്ഞിന് അമ്മയുടെ മുലപ്പാൽ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ കുഞ്ഞിന് ആരോഗ്യം ഉണ്ടാവില്ല. ഇത് കേട്ട് നിശാന്തിന് പേടിയാവും. വൈകുന്നേരം ജിമ്മിൽ നിന്നും അൻഷിക തിരിച്ചു വരുമ്പോ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോ ഒക്കെ ദേഷ്യം വരും. ഓഹോ, ഈ കുഞ്ഞു കാരണം എനിക്ക് തലയ്ക്ക് പ്രാന്ത് പിടിക്കുക. എപ്പോ നോക്കിയാലും കീറിക്കൊണ്ടിരിക്കും. മിണ്ടാപ്രാണിയായി ജനിച്ചാ മതിയായിരുന്നത്. ചില സമയത്ത് തോന്നും കഴുത്ത് ഞെക്കി അങ്ങ് കൊല്ലാൻ. ഇത് കേട്ട് നിശാന്തിന് ദേഷ്യം വന്ന് അവളുടെ കർണം നോക്കി ഒരെണ്ണം കൊടുത്ത് പറയും, അല്ല, നീയൊക്കെ ഒരു അമ്മയാണോ? നീ അമ്മയല്ല, പിശാച. ഒരു കുഞ്ഞ് വിശന്ന് കരയുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുന്നോ? ഇന്ന് നീ കാരണം എന്റെ കുഞ്ഞിന്റെ ജീവൻ പോലും പോയേനെ. അവള് ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കി നിശാന്തിന്റെ അടുത്ത് അവൾ മാപ്പു ചോദിക്കും കരഞ്ഞുകൊണ്ട്. എന്നോട് ക്ഷമിക്കണം നിശാന്ത്, തെറ്റുപറ്റിപ്പോയി. എന്റെ കുഞ്ഞിന് അംഗവല്യം ഉണ്ടാകുമെന്ന് ഞാൻ അറിഞ്ഞില്ല. കൊച്ചമ്മേ, ഇപ്പോഴും സമയമുണ്ട്. അമ്മപ്പാല് കൊടുത്ത് അതിനെ നല്ല രീതിയിൽ എണ്ണ തേച്ച് കുളിപ്പിച്ചാൽ മാത്രം മതി. അതിന് ഞാൻ സഹായിക്കാം നിങ്ങളെ. അതിനുശേഷം അൻഷിക സ്വന്തം കുഞ്ഞിനെ പൊന്നു പോലെയാണ് നോക്കുന്നത്. പാല് കൊടുക്കാൻ അവൾ ഒരു നിമിഷം പോലും വൈകില്ല. സുനിതയുടെ സഹായത്തോടെ എണ്ണ തേച്ച് കുളിപ്പിക്കുകയും ചെയ്യും. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ കുഞ്ഞിന് ആരോഗ്യം വീണ്ടും കിട്ടി. അൻഷികയുടെ മനസ്സിലുള്ള മമത പുറത്തു വരികയും ചെയ്തു. അങ്ങനെ അവളുടെ കുഞ്ഞിനെ അവൾ പൊന്നുപോലെ നോക്കി. ദീപാലയും ശില്പയും 2 മരുമക്കൾ ഇന്നലെയാണ് ഒരുമിച്ച് കല്യാണം കഴിച്ചു വന്നത്. പക്ഷെ രണ്ടുപേരുടെ സ്വഭാവം വ്യത്യസ്തമാണ്. അതിന്റെ കാരണം രണ്ടുപേരുടെ നിറമായിരുന്നു. അതിന്റെ കാരണം ദീപാലി കറുത്തതും ശില്പ വെളുത്തതുമായിരുന്നു. അതുകൊണ്ട് ദീപാലിനെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു.
അല്ല, എന്തു പറ്റി സുഷമ നിനക്ക്? എന്തിനാണിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഈ സമയത്ത് നീ വളരെ സന്തോഷത്തോടെ ഇരിക്കേണ്ടതല്ലേ? നിന്റെ 2 മക്കൾക്കും കല്യാണമായി, 2 മരുമക്കള് വീട്ടിലേക്ക് വന്നു. നീ സന്തോഷമായിരിക്കേണ്ടതല്ലേ? എന്തിനാണിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞതല്ലേ ഹരീഷിന് ദീപാലി ചേരില്ലെന്ന്. ഞാൻ പറയണത് നിങ്ങൾ കേക്കില്ലല്ലോ. പുതിയ മരുമകളെ കാണാൻ നാട്ടുകാരും വീട്ടുകാരും വന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത്. ശില്പയാണേ സുന്ദരിയും സുമുഖയും നല്ല ബുദ്ധിയുള്ള കൊച്ചാ അത്. അവളെക്കുറിച്ച് നല്ലതാ പറഞ്ഞേ. ദീപാലിനെ കണ്ടോ നിങ്ങൾ? കാണാനാണേ ഒന്നിനും കൊള്ളൂല. നിങ്ങൾ കൊണ്ടുവന്നത് കറുത്തത്. നിങ്ങളുടെ കൂട്ടുകാരൻ ചത്തിട്ട് കുറെ ആയില്ലേ? സൗഹൃദത്തിന് വേണ്ടി പെട്ടെന്നൊരു കല്യാണം കഴിപ്പിച്ച് അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അവരാണേ പാവപ്പെട്ടവര്. നിങ്ങളത് ബുദ്ധിയോടെ തന്നെ മൂത്ത മോന്റെ കല്യാണത്തിന്റെ കൂടെ ഇളയവന്റെയും കല്യാണം കഴിപ്പിച്ച്. നിങ്ങളുടെ ഇഷ്ടത്തിനു വേണ്ടിയ ഹരീഷ് മോൻ അവളെ കല്യാണം കഴിച്ചത് മനസ്സില്ലാതെ. സുഷമ, നീ എന്തിനാ ആവശ്യമില്ലാതെ ഇങ്ങനെ ചിന്തിക്കുന്നത്? ദീപാവലിയുടെ സ്വഭാവം വളരെ നല്ലതാണ്. നിനക്കിപ്പോഴല്ലെങ്കിലും ഒരിക്കലെങ്കിലും മനസ്സിലായിക്കോളും. ഞാൻ അവളെ ചെറുപ്പം തൊട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അവളെ കാണുമ്പോഴൊക്കെ അവൾക്ക് എന്നോട് എന്തൊരു ബഹുമാനമാണെന്നോ. അതുമാത്രവുമല്ല, ഞാൻ എപ്പോഴൊക്കെ വൈകിച്ചെന്നാലും ശരി, അവൾ എനിക്ക് വേണ്ടി കാത്തിരിക്കും. മമ്മി, സൗരവ് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. കുറെ നേരമായിട്ട് ഓൺലൈനിൽ ട്രൈ ചെയ്യുകയായിരുന്നോ? കല്യാണത്തിന്റെ സീസൺ അല്ലേ, ഹോട്ടലൊന്നും കിട്ടുന്നില്ലായിരുന്നു. ഭാഗ്യത്തിന് ഇതങ്ങ് കിട്ടി. മമ്മി, ഞങ്ങൾ വിചാരിക്കണത് ശില്പ ചേട്ടത്തിക്ക് സതീഷ് ചേട്ടനും ഞങ്ങളുടെ വക സമ്മാനം ആയിക്കോട്ടെ. എന്തായാലും സതീഷ് ചേട്ടനും ശില്പ ചേട്ടത്തിക്ക് ഇതൊരു സമ്മാനാണല്ലോ. ഹരീഷിനും ദീപാലിക്കും ചെയ്യണ്ടേ? അവർക്ക് ചെയ്തില്ലേ ദീപാലിക്ക് വിഷമം വരൂലേ? നീ വിഷമിക്കൊന്നും വേണ്ട. സാധാരണ എന്തെങ്കിലും ഹോട്ടൽ ബുക്ക് ചെയ്താൽ മതി. വലിയ ഹോട്ടലൊന്നും കയറേണ്ട ആവശ്യമൊന്നുമില്ല അവൾക്ക്. ഹരീഷിന് അല്ലെങ്കിലേ അവളെ ഇഷ്ടമൊന്നും അല്ലെന്നേ. പിന്നെ നാട്ടുകാരെ കാണിക്കാൻ ഒന്ന് പോയിട്ട് വരട്ടെ. എന്തേലും വില കുറഞ്ഞത് മതിയിട്ടാ. ഹരീഷിന് ഈ കാര്യം അറിയുമ്പോ അവന് ഒരുപാട് ദേഷ്യം വരും. മമ്മി പറഞ്ഞിട്ടാ നിങ്ങൾക്ക് ഹോട്ടലിൽ ഞാൻ ബുക്ക് ചെയ്തേ. ഇല്ലെങ്കിൽ ദീപാലിയുടെ ആദ്യ രാത്രി ഞാൻ ഏതെങ്കിലും കുടിലും നടത്തിയേനെ. ക്ഷമിക്കണം ഹരീഷ്, ദീപാലിയുടെ മുഖം അങ്ങനെ തന്നെയാ. ഇവിടുത്തെ അച്ഛന് മാത്രമാണ്, ബാക്കി ആർക്കും അവളെ ഫാമിലി മെമ്പർ ആക്കാൻ താല്പര്യമില്ല. നിങ്ങൾ മിണ്ടാതിരി. അച്ഛൻ ഉറങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ കേട്ട പണിയാവും. ഹരീഷേ, ഒരു ദിവസത്തെ കാര്യല്ലേ, അഡ്ജസ്റ്റ് ചെയ്യ. അപ്പോഴേക്കും മൂത്ത മകൻ സതീഷും ശില്പയും വരും. പിന്നെ ഇവിടെ എന്തായി നടക്കുന്നത്? സതീഷ് ചേട്ടാ, ഞാനും സൗരവും കൂടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് റെഡി ആയിക്കോ. ഓ, ഹരീഷ്, ദീപാലി, നിങ്ങൾക്കും കൂടെ വരാമല്ലോ. ഇല്ല ചേട്ടാ, ഞങ്ങൾ വേറെ ഹോട്ടലിലേക്ക് പൊക്കോളാം. അത് നിങ്ങളുടെ ഹോട്ടലിന്റെ അടുത്ത് തന്നെയാണ്. ഞങ്ങൾ അങ്ങോട്ടേക്കാ പോകുന്നത്. എന്റെ കയ്യിൽ നല്ലൊരു വണ്ടിയുമില്ല. താങ്ക് യു ചേച്ചി. എന്റെ ആദ്യ രാത്രി അടിപൊളിയായിരിക്കും. അത് കാരണം ചേച്ചിയായിരിക്കും. താങ്ക് യു സോ മച്ച്. കണ്ടില്ലേ നമ്മുടെ ശില്പ മോളെ കാണാൻ എന്ത് ഭംഗിയാണെന്ന്. ഹരീഷ് അവിടെന്ന് പോകും. അവന് ദേഷ്യം വന്നിരിക്കുകയായിരുന്നു. രാത്രിയാകുമ്പോ സതീഷും ഹരീഷും ഹോട്ടൽ പോകാൻ റെഡിയാവും. ശില്പയോട് എല്ലാരും സ്നേഹത്തോടെ പെരുമാറും. ദീപാലിനെ ആരും നോക്കില്ല. 4 പേരും കൂടെ ഒരുമിച്ചാണ് അവിടുന്ന് ഇറങ്ങിയത്. ഹോട്ടൽ എത്തിയപ്പോഴേക്കും ഹരീഷ് സതീഷിനോട് പറഞ്ഞു, ആ സതീഷ് ചേട്ടാ, നിങ്ങളും ഏടത്തെയും കൂടി ഹോട്ടലിലേക്ക് പൊക്കോളൂ. ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. ചേട്ടൻ രാവിലെ വിളിച്ചാൽ മതി. ഞാൻ വണ്ടി കൊണ്ടുവരാം. അതിനുശേഷം ഹോട്ടലിൽ നിന്ന് പോവാം. നമ്മുടെ ഹോട്ടൽ ഇതല്ലേ അപ്പോ? അയ്യോ അല്ല, ഈ വലിയ ഹോട്ടല് ഞങ്ങൾക്ക് വേണ്ടിയാണ് ബുക്ക് ചെയ്തേക്കുന്നത്. നിങ്ങൾക്കുള്ള ഹോട്ടല് ദോ അവിടെ കാണുന്ന കുഞ്ഞു ഹോട്ടൽ കണ്ടില്ലേ, ലൈറ്റ് പോലും ഇല്ല, പഴയത്. അത് നിനക്കുള്ള ഗിഫ്റ്റ്. നിന്റെ മുഖം എങ്ങനെയാണോ അതുപോലെ തന്നെ. ഇതാ കാറിന്റെ ചാവി. ശരി, ഞങ്ങൾ പോവാണ്. ഞാൻ രാവിലെ തന്നെ നിന്നെ വിളിക്കാം. ഇപ്പൊ പോട്ടെ. സതീഷും ശില്പയും അവരുടെ ഹോട്ടലിലേക്ക് പോകും. ഹരീഷിന്റെ മൂഡ് ഓഫ് ആയിരുന്നു. അവൻ കാറിൽ തന്നെ ഇരിക്കും, ഹോട്ടലിലോട്ട് പോകത്തില്ല. ദീപാലിയും കാറിലിരിക്കും. ഹരീഷ് അവളോട് സംസാരിക്കുന്നില്ലായിരുന്നു. അല്ല, എന്താ ഇത്? ഒരു വൈൻ ഷോപ്പ് കൂടെ കാണുന്നില്ലല്ലോ ഇവിടെ. എന്റെ ഈ ടെൻഷൻ മാറ്റാൻ ഇനി അതിനെക്കൊണ്ടേ സാധിക്കൂ. എപ്പോഴൊക്കെ 2 പാക്കറ്റ് കൊണ്ടുപോയോ അപ്പോഴൊക്കെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും. നിന്റെ കൂടെ വന്നപ്പോ ഒന്നുമില്ല. നീ വണ്ടിയിൽ നിറങ്ങ്. ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരാം. നീ ഇവിടുന്ന് പോ. പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാൻ മദ്യപിക്കാൻ വേണ്ടി പോവാണെന്ന്. ഈ രാത്രി മുഴുവൻ നിന്റെ കൂടെ ഇരിക്കാൻ എനിക്ക് പറ്റില്ല. കുറച്ച് മദ്യം കഴിച്ചാലേ എനിക്ക് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റൂ. കുറച്ച് സമയം കഴിഞ്ഞ് വരാം. ദീപാലിനെ സതീഷും ശില്പയും പോയ ഹോട്ടലിന്റെ മുമ്പിൽ നിർത്തിയിട്ട് ഹരീഷ് ഡ്രിങ്ക്സ് മേടിക്കാൻ പോകും. ദീപാലി ഹരീഷിനെയും കാത്ത് അവിടെ തന്നെ നിന്നു. അപ്പോഴേക്കും ആ ഹോട്ടലിലെ 2 ആൾക്കാര് സംസാരിക്കുന്നതായിട്ട് അവൾ കേൾക്കും. ദേ ഇങ്ങോട്ട് നോക്ക്. റൂം നമ്പർ 210 നിനക്ക് മനസ്സിലായോ? അയാളുടെ ഭാര്യ കാണാൻ വളരെ സുന്ദരിയാ. അവളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല മോഹം വരും. അവള് ഫസ്റ്റ് ക്ലാസ്സാ മോനെ, മനസ്സിലായോ? അതെ, അവള് അത്രയ്ക്ക് വലിയ സുന്ദരിയാണ്. ശില്പ. പേര് പോലും എന്തു ഭംഗിയാ. ഭാര്യയും ഭർത്താവും ഒരുമിച്ചായിരിക്കുന്നെ. ഇന്ന് മൊത്തം ഫോട്ടോ എടുക്കാൻ നല്ല അവസരം കിട്ടിയിരിക്കുന്നെ. ഇന്ന് രാത്രി നമുക്ക് മൊത്തം പിക്ചറും എടുത്തേക്കാം. നീ ആ ജോലി ചെയ്യുന്ന ഉറപ്പല്ലേ?
പിന്നല്ലാതെ ഞാൻ ആ മുറിയിലേക്ക് തുണി വെക്കാൻ വേണ്ടി പോവാം. ആ ഗ്യാപ്പിൽ ക്യാമറ ഫിക്സ് ചെയ്യാം. എല്ലാം അതിൽ റെക്കോർഡായിക്കോളും. പിന്നെ നീയും ഞാനും അത് വിറ്റ് കാശാക്കാം മോനെ. അതിനുശേഷം നമുക്കും ആ രണ്ടാൾക്കാര് ആ ഹോട്ടലിലെ ജോലിക്കാരായിരുന്നു. ദീപാലി അവരുടെ സംസാരം കേട്ട് പേടിച്ചുപോയി. എന്നിട്ട് അവൾ ഹോട്ടലിന്റെ അകത്തേക്ക് കയറും. ദീപാലി വാഷ്റൂം എന്ന് പറഞ്ഞ് ഹോട്ടലിന്റെ അകത്ത് കയറും. എന്നിട്ട് അവരുടെ മുറി കണ്ടുപിടിക്കാൻ ഗാർഡിന്റെ സഹായം തേടും. ചേട്ടാ, ഞാൻ എന്റെ റൂം മറന്നുപോയി. ഞാൻ നടക്കാൻ പോയതായിരുന്നു. റൂം നമ്പർ 225 അതെവിടെയാ? മാഡം, നിങ്ങൾ ഇവിടെ നിന്ന് നേരെ പോയി ലാസ്റ്റ് കാണുന്ന റൈറ്റ് എടുത്താൽ അവിടെയായിരിക്കും മുറി. ഓ, താങ്ക് യു ചേട്ടാ. അപ്പോഴേക്കും ഹരീഷ് തിരിച്ചു വരും. ദീപാലിനെ തപ്പും. ദീപാലി സതീഷിന്റെ ശില്പയുടെ മുറിയിൽ നല്ല രീതിയിൽ കുട്ടും. സതീഷ് ദേഷ്യത്തോടെ മുറിയുടെ വാതിൽ തുറക്കും. എന്നിട്ട് മുമ്പിൽ ദീപാലിനെ കാണുമ്പോൾ ഞെട്ടിപ്പോകും. നീ ഇവിടെ എന്ത് ചെയ്യാ? ഞങ്ങളുടെ ആദ്യരാത്രി നശിപ്പിക്കാൻ വന്നതാ? എന്ത് രീതിയിലാണ് വാതിൽ കൊട്ടിക്കൊണ്ടിരുന്നത്? നീ ഈ ബോർഡൊന്നും കാണുന്നില്ലേ, ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന്? നിനക്ക് അറിയാമോ ഈ ഫസ്റ്റ് നൈറ്റ് എന്താണെന്ന്? ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ ശല്യപ്പെടുത്തുവാ നീ, അതും ആദ്യരാത്രിയിൽ. ശരിക്കും നീ എങ്ങനത്തെ സ്ത്രീയാണ്? ഞാനിപ്പോ തന്നെ ഹരീഷിനെ കോൾ ചെയ്യാൻ പോവാണ്. അതെ, നീ അകത്തെങ്ങോട്ടാ പോകുന്നത്? നിനക്ക് മാനേഴ്സ് ഒന്നും ഇല്ലേ? ഷേ, എന്തിനാ അകത്ത് പോകുന്നത്? അല്ലേ, ഈ ക്ലോക്ക് എന്തിനാ എടുത്തത്? അപ്പോഴേക്കും ഹരീഷും അവിടെ എത്തും. അവനും ദേഷ്യം വന്നിരിക്കുകയായിരുന്നു. അപ്പൊ ദീപാലി പറഞ്ഞു, എന്നോട് ക്ഷമിക്കണേ സതീഷേട്ടാ. ശില്പ ചേട്ടത്തി, എന്നോട് ക്ഷമിക്കണം. നോക്കൂ, ഈ ഭിത്തിയില് ഈ ക്ലോക്കിൽ ശ്രദ്ധിച്ചു നോക്ക്, ഇതിലൊരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ ക്യാമറയിൽ റെക്കോർഡാവുമായിരുന്നു. ഈ ഹോട്ടലിലെ 2 ജോലിക്കാരാണ് ഇത് ചെയ്തു വെച്ചത്. ക്യാമറ? ഓ നോ. എന്ത്? ഈ മുറിയിൽ ക്യാമറയോ? ഈ ഹോട്ടൽ മാനേജറിനെ ഇപ്പൊ തന്നെ വിളിക്കാം. ഈ ഹോട്ടലിനെ കുറിച്ച് ഉടനെ തന്നെ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാണ്. ഇത് നമ്മുടെ മാനത്തിന്റെ പ്രശ്നമാണ്. താങ്ക് യു ദീപാലി, നീ വലിയൊരു ആപത്താണ് ഒഴിവാക്കിയത്. ശില്പയ്ക്ക് നല്ല വിഷമമായി. ഒരു കാര്യമില്ലാതെ ദീപാലിനെ എന്തൊക്കെയോ പറഞ്ഞുവെന്ന്. ആ ഹോട്ടൽ റദ്ദാക്കുകയും ചെയ്യും, താക്കോലിട്ട് പൂട്ടുകയും ചെയ്യും. ആ 2 ജോലിക്കാർക്ക് ശിക്ഷയും കിട്ടും. എല്ലാവരും തിരിച്ച് രാത്രി തന്നെ വീട്ടിൽ വന്നപ്പോ എല്ലാരും ഞെട്ടിപ്പോയി. വീട്ടുകാർക്കെല്ലാം മനസ്സിലായപ്പോഴേക്കും അവരുടെ തെറ്റ് അവർക്ക് മനസ്സിലാകുകയും ചെയ്തു. ആരെയാണോ കുറ്റം പറഞ്ഞത് ആ ദീപാലി തന്നെ ആ കുടുംബത്തിന്റെ മാനം രക്ഷപ്പെടുത്തി. Thanks for watching.